ഈ കഥയിൽ ഒരുപാട് മനോഹരമായ ട്വിസ്റ്റുകളുണ്ട്. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് കഥയുടെ ഗതി ഇനി മുതൽ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ പാർട്ടും മിസ്സാവാതെ കേൾക്കുക. കലിപ്പൻ സെക്കൻഡ് താന്തോന്നി പെണ്ണ്. രചന അഞ്ജന ഗോപാൽ. അവതരണം ഷാഹുൽ മലയിൽ ആൻഡ് ഗിബിയ ശ്യാം. എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. ശിവ പറഞ്ഞ് സിദ്ധു പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ രവിക്കും ശ്യാമക്കും ഒത്തിരി സങ്കടമായി. അനുവിന് സിദ്ധുവിനെ ഇഷ്ടമാണെന്ന കാര്യം അവർക്കും അറിയാമായിരുന്നു. ആദ്യമായിട്ടാണ് ശിവയെ ഇത്രയും വിഷമിച്ചവർ കാണുന്നത്. അനുവിൻ്റെ കാര്യമോർത്ത് സങ്കടപ്പെടുന്ന ശിവയെ അവരൊരു പരിധിവരെ സമാധാനിപ്പിച്ചു. അനുവിൻ്റെ അവസ്ഥയെ മറിച്ചായിരുന്നില്ല. എല്ലാവരുടെയും മുന്നിലും താൻ ഓക്കെയാണെന്ന് കാണിക്കുമ്പോഴും അവൾ ഉള്ളുകൊണ്ട് പൊട്ടിക്കരയുകയായിരുന്നു. അച്ചു ആമിയും അവളോടൊപ്പം തന്നെ നിന്ന് അവളെ സമാധാനിപ്പിച്ചുകൊണ്ടിരുന്നു. അന്നത്തെ രാത്രി ശിവക്കും സിദ്ധുവിനും അനുവിനും ഒരുപോലെ ഉറങ്ങാൻ കഴിഞ്ഞില്ല. താനാണ് അനുവിൻ്റെ ഈ അവസ്ഥയെ കാരണമെന്നോർത്ത് ശിവയും തൻ്റെ പ്രണയം തന്നിൽ നിന്ന് എന്നേക്കുമായി നഷ്ടപ്പെട്ടു എന്നതോർത്ത് സിദ്ധുവും താൻ ഇത്രയും നാൾ ഹൃദയത്തിൽ കൊണ്ടുവരുന്ന ആളുടെ ഹൃദയത്തിൻ്റെ അവകാശി മറ്റൊരാളായിരുന്നു എന്ന തിരിച്ചറിവിൽ അനുവും ഒരു പോള കണ്ണടക്കാൻ സാധിക്കാതെ അന്നത്തെ രാത്രി കഴിച്ചുകൂട്ടി. അച്ചു കോളേജിലേക്ക് പോകാൻ റെഡിയായി വരുമ്പോൾ കണ്ടത് കാൽമുട്ടിൽ മുഖമമർത്തിയിരിക്കുന്ന അനുവിനെയാണ്. അനു, നീ ഇതുവരെ ഇവിടുന്ന് എഴുന്നേറ്റില്ലേ? ദേ സമയമായിട്ടോ. അനുവിനെ നോക്കി അച്ചു പറഞ്ഞു. അച്ചു പറയുന്ന കേട്ടിട്ടും അനു അവിടുന്ന് അനങ്ങിയില്ല. അനു, നിന്നോടല്ലേ പറഞ്ഞത് നീ എത്ര നാളിങ്ങനെ ഇവിടെ തന്നെ ഇരിക്കും? എത്ര നാൾ നിനക്കിങ്ങനെ എല്ലാവരിൽ നിന്ന് ഒളിച്ചോടാൻ സാധിക്കും? അച്ചു, ഞാനില്ലടി. എനിക്ക് സിദ്ധുവിനെ ഫേസ് ചെയ്യാൻ വയ്യ. ഞാൻ എങ്ങോട്ടും വരുന്നില്ല. നിറഞ്ഞു വരുന്ന കണ്ണുകൾ വാശിയോടെ തുടച്ചു മാറ്റിക്കൊണ്ട് അനു പറഞ്ഞു. എൻ്റെ അനു, എന്നാലും ഒരു ദിവസം എനിക്ക് സിദ്ധുവിനെ ഫേസ് ചെയ്തേ പറ്റൂ. അത് എത്രയും നേരത്തെയാവും തന്നെയാണ് നല്ലത്. അച്ചു പറഞ്ഞു തന്നെയാ എനിക്കും പറയാനുള്ളത്. അതുവരെ അവരുടെ സംസാരം കേട്ടെന്ന് ആമി പറഞ്ഞു. നീ വന്നില്ലേ ശിവക്ക് വിഷമാവും. ഇപ്പൊ തന്നെ ആ പാവം വല്ലാതെ വിഷമിക്കുന്നുണ്ട്. സോ അവൾക്ക് വേണ്ടെങ്കിലും വാമോളെ. അച്ചുവിൻ്റെ ആ പറച്ചിലിൽ അനു വീണു. താൻ കാരണം ശിവ കൂടി വിഷമിക്കുമല്ലെന്ന് ഓർത്തപ്പോൾ അനു കോളേജിൽ പോകാൻ തീരുമാനിച്ചു. അവൾ വേഗം തന്നെ പോയി റെഡിയായി വന്നു. അനുവിനെയും കൂട്ടി എന്നത്തെയും പോലെ അവർ ശിവയുടെ അടുത്തേക്ക് വിട്ടു. ശിവയെ കണ്ടതും അനു മുഖത്തൊരു പുഞ്ചിരി വരുത്തി. ഉച്ചവരെ പുറത്തോട്ടൊന്നും ഇറങ്ങാതെ ക്ലാസ്സിൽ തന്നെ അവർ കഴിച്ചുകൂട്ടി. അതിനിടയിൽ അച്ചുവാമി ഓരോന്ന് പറഞ്ഞു രണ്ടുപേരുടെയും മൂഡ് ചേഞ്ച് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. ഉച്ചയ്ക്ക് ശേഷം പ്രാക്ടിക്കൽ ഉണ്ടായിരുന്നുകൊണ്ട് അവർ വേഗം തന്നെ അങ്ങോട്ടേക്ക് പോയി. ലാബിലെത്തിയപ്പോഴാണ് റെക്കോർഡ് ബുക്ക് സ്റ്റാഫ് റൂമിലാണെന്ന് അനുവിന് ഓർമ്മ വന്ന്. അവൾ അതെടുക്കാൻ വേണ്ടി സ്റ്റാഫ് റൂമിലേക്ക് നടന്നു. പെട്ടെന്നാണ് ഓപ്പോസിറ്റ് വന്നയാളുമായി അവൾ കൂട്ടിയിടിച്ചത്. താഴോട്ട് നോക്കി നടന്നുകൊണ്ട് തന്നെ അവൾക്കെതിരെയുള്ള ദിശയിൽ വന്നയാളെ അവൾ ശ്രദ്ധിച്ചിരുന്നില്ല. കണ്ണു തുറന്നു നോക്കിയതും തന്നെ താങ്ങിയിരുത്തിയ ആളെ കണ്ടപ്പോൾ അവളുടെ മുഖം വിവർണമായി. അപ്പോഴാണ് അയാളും അവളെ കാണുന്നത്. സിദ്ധുവേട്ടൻ. അവളുടെ നാവിൽ നിന്നും അവളറിയാതെ ആ പേര് പുറത്തേക്ക് വന്നു. പെട്ടെന്ന് തന്നെ അവൻ്റെ കൈകൾ അവളിലെ പിടിവിട്ടു. അവളൊന്ന് വേയിച്ചു പോയെങ്കിലും എങ്ങനെയൊക്കെയോ ബാലൻസ് ചെയ്ത് നിന്നു. അവൻ്റെ ആ പ്രവൃത്തി അവളെ വല്ലാതെ വേദനിപ്പിച്ചു. അനുവിനെ കണ്ടതും സിദ്ധുവിൻ്റെ മുഖം വലിഞ്ഞു മുറുകി. അവൾ അവനെ നിസ്സഹായായി നോക്കി. അവളെ ഒന്ന് ദഹിപ്പിച്ച് നോക്കി അവൻ അവിടുന്ന് കടന്നുപോയി. കണ്ണിൽ നിന്ന് ഒഴുകിയിറങ്ങിയ കണ്ണുനീർ തുടച്ചു മാറ്റിക്കൊണ്ട് അനുവും നടന്നു. അന്നത്തെ ദിവസം ശിവ ആദിയെ കണ്ടിരുന്നില്ല. വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോഴാണ് ബൈക്കിൽ ചാരിയിരുന്ന് ഫോണിൽ നോക്കുമായിരുന്ന ആദിയെ അവൾ കണ്ടത്. അവൻ അവളെ കണ്ടിരുന്നില്ല. അവൾക്കെല്ലാം അവനോടും തുറന്നു പറയണമെന്നുണ്ടായിരുന്നെങ്കിലും അവളുടെ ഏട്ടന്മാർക്ക് കൊടുത്ത വാക്കാലോചിച്ചപ്പോൾ ഒന്നും പറയാൻ തോന്നിയില്ല. എന്തോ ആലോചിച്ച് എങ്ങോട്ടോ നോക്കിയിരിക്കുന്ന ശിവയെ കണ്ടതും കിരൺ അവളെ അവരുടെ അടുത്തേക്ക് വിളിപ്പിച്ചു. അവൾ അടുത്തെത്തിയപ്പോഴാണ് ആദ്യ തലയുയർത്തി നോക്കിയത്. പെട്ടെന്ന് തന്നെ രണ്ടുപേരുടെയും കണ്ണുകൾ തമ്മിൽ ഉടക്കി. അപ്പോഴാണ് അതുവഴി സിദ്ധു കടന്നുപോയത്. ആദ്യം ശിവയെ ഒരുമിച്ച് നിൽക്കുന്ന കണ്ടപ്പോൾ അവൻ്റെ ഹൃദയം വല്ലാതെ വേദനിച്ചു. സിദ്ധു നോക്കുന്നുവെന്ന് കണ്ടപ്പോൾ ആദി ശിവയോട് ചിരിച്ചുകൊണ്ട് സംസാരിക്കാൻ തുടങ്ങി. അവൻ്റെ മുഖത്തൊരു വിജയിച്ചിരി ഉയർന്നു. ഒപ്പം സിദ്ധുവിനെ ഒന്ന് കലിപ്പിച്ച് നോക്കാനും മറന്നില്ല. ഒരുപാടൊന്നും സംസാരിച്ചില്ലെങ്കിലും ആദിയുടെ സാമീപ്യം തന്നെ അവൾക്ക് ഒത്തിരി ആശ്വാസമായിരുന്നു. പിന്നെയും കുറച്ച് സമയം പരസ്പരം സംസാരിച്ചതിന് ശേഷമാണ് ശിവ അവിടുന്ന് പോയത്. ദാ, നീ എന്താ പറഞ്ഞു വരുന്നത്? ഹരി സിദ്ധുവിനോട് ചോദിച്ചു. എനിക്കറിയാവുന്ന ആദിക്ക് മറ്റൊരു പെണ്ണിനെ സ്നേഹിക്കാൻ കഴിയില്ല. അത്രയ്ക്ക് അവൻ പാറുവിനെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ ശിവ പറയുന്നത് ആദിക്ക് അവളെ ഇഷ്ടമാണെന്നാണ്. അത് ഇമ്പോസിബിളാണ്. കാരണം എനിക്കറിയാവുന്ന പോലെ ആദ്യം മറ്റാർക്കും അറിയില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഇതിലെന്തോ ഒരു കളിയുണ്ടെന്ന്. അതെന്തായാലും കണ്ടുപിടിക്കണം. സിദ്ധു ഗൗരവത്തിൽ പറഞ്ഞു നിർത്തി. സിദ്ധു, നീ പറഞ്ഞിട്ട് നോക്കുമ്പോൾ ഞങ്ങൾക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. ഇതിൻ്റെ സത്യാവസ്ഥ എന്തായാലും നമുക്ക് കണ്ടെത്തണം. ഹരി അവനോടൊപ്പം ചേർന്നു. ഡാ, പക്ഷെ അനു. ജിത്തു പറഞ്ഞു കൊടുക്കുന്നു. ബാക്കിയൊന്നും പറയേണ്ടെന്ന രീതിയിൽ സിദ്ധു അവനെ കൈ ഉയർത്തി കാണിച്ചു. ശേഷം ദേഷ്യത്തിൽ അവിടുന്ന് എണീറ്റ് പോയി. ആഴ്ചകൾ കടന്നുപോയി. ആദിയുടെ ബാച്ചിനും ശിവയുടെ ബാച്ചിനും കോളേജിൽ നിന്നും പടിയിറങ്ങാൻ സമയമായി. എക്സാം തുടങ്ങുന്നതിന് ഒരു വീക്ക് മുന്നെയാണ് ഫെയർവെൽ പാർട്ടി വെച്ചിരുന്നത്. തങ്ങളുടെ അവസാന പരിപാടി ഗംഭീരമായി ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാവരും. ഇതിനിടയിൽ ഒരിക്കൽ പോലും ശിവ ആദിയോട് അവളുടെ പ്രണയം വെളിപ്പെടുത്തിയില്ല.
ഒരുപാട് തവണ പറയാൻ തുനിഞ്ഞെങ്കിലും ആദിയുടെ ഭാഗത്തു നിന്നും ഇതുവരെ അങ്ങനെയൊന്നും കാണാത്തതുകൊണ്ട് അവളും എല്ലാം ഉള്ളിൽ ഒതുക്കി വെച്ചു. പരസ്പരം കണ്ടാൽ 1-2 വാക്കുകളിൽ അവർ സംസാരം അവസാനിപ്പിക്കും. കോളേജിൽ നിന്നും പോകുന്നതിൽ എല്ലാവർക്കും നല്ല വിഷമമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മിക്ക സമയവും എല്ലാവരും ഒരുമിച്ച് തന്നെയാണ് ഉണ്ടാവാറുള്ളത്. ആമി വിഷ്ണുവിനോടും തിരിച്ചും അവളുടെ പ്രണയം അറിയിച്ചു. രണ്ടുപേരുടെ വീട്ടിലും കാര്യങ്ങളെല്ലാം പറഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട്. ആമിയുടെ PG കൂടി കഴിഞ്ഞ് കെട്ടിക്കുള്ളൂ എന്ന നിലപാടിലാണ് വീട്ടുകാർ. വിഷ്ണുവിന് അതിൽ കുറച്ച് എതിർപ്പുണ്ടെങ്കിലും തങ്ങളുടെ ആഗ്രഹം അംഗീകരിച്ച വീട്ടുകാർക്ക് വേണ്ടി അവനത് അനുസരിച്ചു. പക്ഷേ കിട്ടുന്ന സമയം അത്രയും കോളേജിൽ നിന്ന് രണ്ടും ഒരുമിച്ച് തന്നെയാണ് ഉണ്ടാവാറുള്ളത്. പക്ഷേ അവരുടെ പ്രണയം ഒരിക്കലും അവരുടെ എല്ലാം ഫ്രണ്ട്ഷിപ്പിൽ ഒരു വിലങ്ങുതടിയായി വന്നിട്ടില്ല. അനു ഇപ്പോഴും സിദ്ധുവിനെ മാത്രം വിചാരിച്ച് കഴിയുകയാണ്. ഓരോ പ്രാവശ്യവും തമ്മിൽ കാണുമ്പോഴും അവൾ അവനെ പ്രതീക്ഷയോടെ നോക്കുമെങ്കിലും ഒരു നോട്ടം കൊണ്ടുപോലും അവൻ അവളോട് കനിഞ്ഞില്ല. ശിവ സ്റ്റാഫ് റൂമിൽ നിന്ന് വരുന്ന വഴിക്കാണ് ശരത് അവളെ കാണുന്നത്. ശിവ, നീ ഇതെവിടെയായിരുന്നു? ഞാൻ എത്ര നേരം നിന്നെ തിരക്കി നടക്കുന്നു? അവളെ കണ്ടുടൻ ശരത് ചോദിച്ചു. ഞാൻ റെക്കോർഡിന് സൈൻ ചെയ്യാൻ വേണ്ടി പോയതായിരുന്നു. അല്ല, എന്റെ കാര്യേട്ടാ. നീ വന്നേ, പറയാം. ശരത്ത് പിടിച്ചു പിടിയാലെ അവളെയും കൂട്ടി നടന്നു. അവൾക്കൊന്നും മനസ്സിലായില്ല. എത്ര ചോദിച്ചിട്ടും അവനൊന്നും പറഞ്ഞുമില്ല. അവസാനം അവരുടെ നടത്തം അവസാനിച്ചത് മ്യൂസിക് റൂമിൽ എത്തിയപ്പോഴാണ്. ശിവ നോക്കുമ്പോൾ അവിടെ ആദ്യടക്കം എല്ലാവരും സന്നിഹിതരായിട്ടുണ്ട്. അവളൊന്നും മനസ്സിലാവാതെ എല്ലാവരെയും മാറി മാറി നോക്കി. ശരത്തേട്ടാ, എന്നെന്തിനാ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നേ? നിന്നെ കൊണ്ട് ഡിസ്ക്വാളിപ്പിക്കാൻ. ശരത്ത് പറഞ്ഞു കേട്ട് എല്ലാവരും അവളെ നോക്കി ചിരിച്ചു. അത് കണ്ടതും അവൾ അവനെ ചുണ്ട് കൂർപ്പിച്ച് നോക്കി. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടോ പട്ടി എന്നൊരു ധ്വനിയായിരുന്നു ആ നോട്ടത്തിൽ. എന്റെ പൊന്നു ശിവകുട്ടി, മ്യൂസിക് റൂമിൽ പാട്ട് പാടാനല്ലാതെ പിന്നെ വേറെന്തിനാ വരുന്നത്? വിഷ്ണു ചോദിച്ചു. പാട്ട് പാടാനോ? ആദിയെ നോക്കിയാണ് അവളത് ചോദിച്ചത്. ശിവ, ഈ വരുന്ന ഫെയർവെൽ ഡേക്ക് ഞങ്ങളുടെ ഒരു പ്രോഗ്രാമുണ്ട്. അതിൽ നീയും പങ്കെടുക്കുന്നുണ്ട്. അതിനാ നിന്നെ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വിളിച്ചുകൊണ്ടുവന്ന് ആദി അവളോട് പറഞ്ഞു. ഇവർക്കൊരു മ്യൂസിക് ബാൻഡുള്ള കാര്യം അവൾക്കറിയാം. പക്ഷെ അതിനെപ്പറ്റി കാര്യമായിട്ടൊന്നും അറിയത്തുമില്ല. ഈ വർഷം അവരുടെ വക പ്രോഗ്രാംസ് ഒന്നും ഇല്ലായിരുന്നുകൊണ്ട് അവൾക്ക് ആരുടെയും പെർഫോമൻസും കാണാൻ സാധിച്ചിരുന്നില്ല. ഞാനോ? അതൊന്നും ശരിയാവില്ല. ആദി പറയുന്ന കേട്ട് ശിവ പറഞ്ഞു. അതിന് നിന്നോട് പങ്കെടുക്കാൻ ഉണ്ടോ എന്നുള്ള ചോയ്സ്. പങ്കെടുക്കണം എന്നാ പറഞ്ഞത്. അപ്പൊ മോളതങ്ങ് കേട്ടാ മതി. ആദി കുറച്ച് കലിപ്പിട്ടുകൊണ്ട് പറഞ്ഞു. ഇയാളാരാ? ജഡ്ജിയോ? ഇയാൾ പറയുന്നതൊക്കെ അനുസരിക്കാൻ? ശിവ മനസ്സിലോർത്തു. എന്നാലും ആദിയുടെ അധികാരസ്വരത്തിലുള്ള അവളോടുള്ള സംസാരം അവളെ ഒത്തിരി സന്തോഷിപ്പിച്ചിരുന്നു. അധികം ചാടിയിടേണ്ട മോളെ ശിവ, ഇത് നിനക്ക് ആദ്യമായിട്ടായിട്ട് കൂടുതൽ അടുക്കാൻ പറ്റിയ അവസരമാണ്. സോ മാക്സിമം യൂസ് ചെയ്യൂ. ശിവയുടെ തലക്കകത്തുള്ള അല്പം ബുദ്ധിയുള്ള ഒരു കിളി അവളോട് പറഞ്ഞു കൊടുത്തു. എനിക്ക് പാടുന്നതിൽ കുഴപ്പമൊന്നുമില്ല. ബട്ട് പ്രോഗ്രാമിന് ഇനി അധികം ദിവസമൊന്നുമില്ലല്ലോ. ഒരാഴ്ച കൊണ്ട് ശരിയാവോ? അവൾ നിഷ്കളങ്കമായി ചോദിച്ചു. അതൊന്നോർത്ത് മോൾ ടെൻഷൻ ആവണ്ട. നീ നിനക്ക് പാടേണ്ട സോങ്സ് പഠിച്ചു വന്നാൽ മതി. ബാക്കിയൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം, കിരൺ പറഞ്ഞു. എല്ലാവരുടെയും പ്രോത്സാഹനം കൂടി കിട്ടിയപ്പോൾ പിന്നെ ശിവക്കും ആവേശമായി. വിഷ്ണു അവൾക്ക് പാടേണ്ട പാട്ടുകളൊക്കെ കൊടുത്തു. മൊത്തം 3 പാട്ടുകളാണ് അവൾക്ക് പാടാൻ കിട്ടിയത്. 2 സോളോ ആണ്, 1 ഡ്യുവറ്റും. അല്ല വിഷ്ണുട്ടാ, ഇതിലൊന്നും ഡ്യുവറ്റ് ആണല്ലോ. ആരെനിക്കിപ്പം പാടുന്നത്? ശിവയുടെ ചോദ്യം കേട്ടതും എല്ലാവരും പരസ്പരം നോക്കി ചിരിച്ചു. അത് നീ വിട്ടേക്ക് ശിവ, നീ നിന്റെ പോർഷൻ വൃത്തിയായി പഠിച്ചാൽ മതി. ബാക്കിയൊക്കെ നിനക്ക് സ്റ്റേജിൽ നിന്ന് മനസ്സിലാവും. ശരത് ഒരു പുഞ്ചിരിയോട് അവളോട് പറഞ്ഞു. അവൾ ആദ്യം നോക്കിയപ്പോൾ അവന്റെ മുഖത്തൊരു കള്ളച്ചിരി കണ്ടു. ആരെങ്കിലും ആവട്ടെ, അന്ന് നോക്കാം. ശിവക്ക് വരുന്ന ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്ത് കൊടുത്ത് വിഷ്ണുവായിരുന്നു. ആദ്യം ഒന്നിലും പെടാതെ മാറി നിന്നു. എന്നാലും ശിവ പാടുമ്പോൾ അവനറിയാതെ അവന്റെ കണ്ണുകൾ അവളുടെ മേൽ പാറി വീഴുന്നുണ്ടായിരുന്നു. രണ്ടുപേരുടെയും കണ്ണുകൾ പരസ്പരം ഉടക്കിക്കൊണ്ടിരുന്നു. ശിവയുടെ കണ്ണിൽ ആദിയോടുള്ള സ്നേഹം തെളിഞ്ഞുകൊണ്ടിരുന്നു. തങ്ങളുടെ പ്ലാൻ വിജയിക്കുന്നുണ്ടെന്ന് കണ്ട മൂവരും പരസ്പരം അവർ കാണാതെ തംസപ്പ് കൊടുത്തു. കുറെ നേരം അവരൊന്ന് പ്രാക്ടീസ് ചെയ്തു. ലേറ്റ് ആയതുകൊണ്ട് ആമിയോടെല്ലാം പോകാൻ പറഞ്ഞിരുന്നു. പ്രാക്ടീസ് എല്ലാം കഴിഞ്ഞ് ശിവയെ കൊണ്ടുവിട്ട ശരത്താണ്. ആദിക്ക് ശിവയെക്കുറിച്ച് ഓർത്തപ്പോൾ കുറ്റബോധം തോന്നി. പാവം, സിദ്ധുവിനോടുള്ള പകപോക്കാൻ ഞാൻ അവളെ ഉപയോഗിക്കരുതായിരുന്നു. ഇന്നവളുടെ കണ്ണിൽ ഞാൻ എന്നോടുള്ള സ്നേഹം കണ്ടു. അത് വളർത്തിയെടുത്ത് താനാണല്ലെന്ന് ഓർക്കുമ്പോൾ അവൻ്റെ ഹൃദയം കുറ്റബോധത്താൽ നുറുങ്ങി. ഇല്ല, എല്ലാം പറഞ്ഞ് അവളെ മനസ്സിലാക്കണം. എനിക്കെൻ്റെ പാർവിനെ അല്ലാതെ മറ്റാരെയും സ്നേഹിക്കാൻ സാധിക്കില്ല. അതവളെ പറഞ്ഞു ബോധ്യപ്പെടുത്തണം. ചെയ്ത തെറ്റിനെല്ലാം അവളോട് മാപ്പ് ചോദിക്കണം. ആദി മനസ്സിലൊരു ഉറച്ച തീരുമാനമെടുത്തു. ഇന്നാണ് എല്ലാവരും കാത്തിരുന്ന ഫെയർവെൽ ഡേ. രാവിലെ തന്നെ എഴുന്നേറ്റ് ഷെൽഫിലെ മൊത്തം ഡ്രസ്സും വാരി വലിച്ചിടുകയാണ് ശിവ. ഇതും കണ്ടുകൊണ്ടാണ് ശ്യാമ കയറി വന്നത്. എന്റെ ഭഗവാനെ, ഈ പെണ്ണിതെന്താ കാണിക്കുന്നത്? ശ്യാമയുടെ സംസാരം കേട്ടതും ശിവ മെല്ലെ തലയുയർത്തി നോക്കി. അമ്മ, എന്റെ റെഡ് ഷാൾ എവിടെയാ വെച്ചിരിക്കുന്നത്? ശിവയുടെ ചോദ്യം കേട്ടതും ശ്യാമ അവളെ കലിപ്പിച്ച് നോക്കി. ഡി, നിനക്കിപ്പോ എന്തിനാ റെഡ് ഷാള്? നീ ആ ബ്ലൂ ചുരിദാറല്ലേ ഇടുന്നത്?
ഓ എന്റെ പൊന്നമ്മേ, ഇതെനിക്ക് പ്രോഗ്രാമിന് വേണ്ടിയിട്ടാ. അമ്മ അത് എവിടെയാണ് വെച്ചത്? റെഡ് ഷാളല്ലേ ഇതിലിരിക്കുന്നേ? ശ്യാമ താഴെയുള്ള വാർഡ്രോബ് തുറന്ന് അതിൽ നിന്ന് ഷോൾ എടുത്തുകൊണ്ട് ചോദിച്ചു. ഓ ഇവിടെയായിരുന്നോ? ശിവ ചിരിച്ചുകൊണ്ട് ശ്യാമയെ നോക്കി. പക്ഷെ പെട്ടെന്ന് തന്നെ അവളുടെ ചിരി മങ്ങി. ശ്യാമയുടെ മുഖം കണ്ടതും അവൾ താഴെയുള്ള തുണികളിലേക്ക് നോക്കി. ദൈവമേ, ഇത് മുഴുവൻ ഞാനിപ്പോ താഴിട്ടാണോ? ഇതിന് മാത്രം ഡ്രസ് ഉണ്ടായിരുന്നു എനിക്ക്? ശിവ പിറുപിറുത്തു. അതെ, എന്റെ പൊന്നുമോൾ ഇതൊക്കെ എടുത്ത പോലെ വെച്ചിട്ട് കോളേജിലേക്ക് പോയാൽ മതി കേട്ടോ. ശ്യാമയുടെ സ്വരത്തിലെ ഭീഷണി തിരിച്ചറിഞ്ഞുകൊണ്ട് ശിവ ഒന്നും മിണ്ടാതെ വേഗം എല്ലാം എടുത്തു വെച്ചു. ശേഷം ഇടാനുള്ള ഡ്രസ്സുമായി ബാത്റൂമിലേക്ക് കയറി. പതിവിലും വിപരീതമായി ശിവ മുടി അഴിച്ചിട്ടാണ് കെട്ടിയത്. കണ്ണൊക്കെ നല്ല ഡാർക്കായി തന്നെ എഴുതി. കഴുത്തിൽ ഹാൻഡിക്കിന്റെ വലിയൊരു മാലയിട്ടു. കാതിൽ അതിന്റെ പേർക്കമ്മൽ ധരിച്ചു. കൈ രണ്ടും ഒഴിച്ചിട്ടു. ഒരു സൈഡിൽ മാത്രം ഷോൾ ഇട്ടു. എല്ലാം കഴിഞ്ഞിറങ്ങുമ്പോഴേക്കും സമയം ഒത്തിരി വൈകിയിരുന്നു. അതിനാൽ തന്നെ രവിയാണ് അവളെ കോളേജിൽ കൊണ്ട് എന്നാക്കിയത്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് അമ്മൂസേ. ടൈം കിട്ടുവാണെങ്കിൽ ഞാൻ നേരത്തെ ഇറങ്ങാൻ നോക്കാം. താങ്ക് യു അച്ഛേ. അതും പറഞ്ഞുകൊണ്ട് ശിവ നടന്നു. അങ്ങനെ നടക്കുമ്പോൾ അവൾക്ക് ആദ്യമായി കോളേജിലേക്ക് വന്നതാണ് ഓർമ്മ വന്നത്. എത്ര പെട്ടെന്നാണ് ഒരു വർഷം കടന്നുപോയത്. എല്ലാം ഇന്നലെ തുടങ്ങിയതുപോലെ തോന്നുന്നു. ഈ നടപ്പാതകളും ഇരിപ്പിടങ്ങളും വാഗമരങ്ങളുമൊക്കെ ഒരുപാട് നല്ല നല്ല ഓർമ്മകൾ സമ്മാനിച്ചു. ജീവിതത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങളാണ് ഇവിടെ കഴിഞ്ഞു പോയത്. ഓർക്കാൻ നല്ലത് മാത്രമേ ഇവിടെ നിന്നുണ്ടായിട്ടുള്ളൂ. ഒരുപാട് നല്ല നല്ല സൗഹൃദങ്ങൾ, ഒരുപാട് ഏട്ടന്മാർ, എല്ലാവരെയും ലഭിച്ചത് ഇവിടെ നിന്നാണ്. പിന്നെ എൻ്റെ ആദ്യേട്ടനെയും. നീ ശിവ ഇങ്ങോട്ട് വാ. ശിവ വരുന്ന കണ്ട അച്ചു അവളെ അവരുടെ അടുത്തേക്ക് വിളിപ്പിച്ചു. ആഹാ, 3 സുന്ദരിയായിട്ടുണ്ടല്ലോ. അവര് മൂവരെയും നോക്കി ശിവ പറഞ്ഞു. പറയുന്ന ആളും ഒട്ടും മോശമൊന്നല്ല. അനുവാണത് പറഞ്ഞത്. പെട്ടെന്ന് തന്നെ ശിവ മൂവരെയും കെട്ടിപ്പിടിച്ചു. ഒരുപാട് സൗഹൃദം ഉണ്ടായിട്ടുണ്ടെങ്കിലും നിങ്ങളെപ്പോലെ എനിക്കിതുവരെ ആരെയും കിട്ടിയിട്ടില്ല. ഞാൻ പറയാതെ തന്നെ എന്നെ മനസ്സിലാക്കുന്നവർ, എൻ്റെ സന്തോഷത്തിലും ദുഃഖത്തിലും എൻ്റെ കൂടെ ഉണ്ടായവർ. ഇനി നിങ്ങളെയൊക്കെ കാണാതെ എനിക്ക് എങ്ങനെ കഴിയാൻ സാധിക്കൂടി? ശിവ പറഞ്ഞു കഴിയുമ്പോഴേക്കും കരഞ്ഞു തുടങ്ങിയിരുന്നു. അത് കണ്ടപ്പോഴേക്കും മറ്റുള്ളവരും കരയാൻ തുടങ്ങി. അവരും പദം പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരുന്നു. ഒരു വർഷമേ കൂടെ ഉണ്ടായിരുന്നുവെങ്കിലും അവർക്ക് 3 പേർക്കും ശിവ എന്ന് വെച്ചാൽ ജീവനായിരുന്നു. അവരോടുള്ള കറകളുടെ സ്നേഹം തന്നെയായിരുന്നു അവരെ പരസ്പരം അടുപ്പിച്ചത്. അതെ, ഇങ്ങനെ കരഞ്ഞിരുന്നാലേ മക്കൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയത് ഈ സൗന്ദര്യം അങ്ങ് പോവേ. അവരുടെ കരച്ചിൽ കണ്ട് അങ്ങോട്ടേക്ക് വന്ന ശരത്ത് പറഞ്ഞു. അവൻ്റെ ഒപ്പം വിഷ്ണുവും കിരണുമെല്ലാം ഉണ്ടായിരുന്നു. അവൻ്റെ പറച്ചിൽ കേട്ടതും 4 പേരും അകന്നു മാറി. അല്ല, ഇങ്ങനെ കരയാനാണോ എൻ്റെ മക്കൾ കഷ്ടപ്പെട്ട് രാവിലെ തന്നെ ഒരുങ്ങിയിറങ്ങിയത്? കിരൺ ചോദിച്ചു. 4 പേരും ഒരു മറുപടിയും പറയാൻ നിന്നു. ശരത്ത് ശിവയെ നോക്കി. അവളുടെ മുഖം കണ്ടതും അവൻ്റെയും ഹൃദയം വിങ്ങി. അവൻ ചെന്ന് അവളെ ചേർത്ത് പിടിച്ചു. ബാക്കിയുള്ളവരും അവരോടൊപ്പം കൂടി. കുറച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവരും കുറച്ചൊന്ന് ഓക്കെയായി. പരസ്പരം കുറച്ച് സമയം ഒന്നും മിണ്ടാതെ അവരിരുന്നു. അപ്പോഴാണ് ആദ്യം അങ്ങോട്ടേക്ക് വന്നത്. എല്ലാവരുടെയും മുഖം കണ്ടപ്പോൾ തന്നെ അവന് കാര്യം മനസ്സിലായി. എല്ലാവരും ഇവിടെ ഇരിക്കുവാണ്, വന്നേ അങ്ങോട്ടേക്ക്, അവിടെ പ്രോഗ്രാം തുടങ്ങാറായി. ആദ്യം എല്ലാവരെയും വിളിച്ചുകൊണ്ട് ഹാളിലേക്ക് നടന്നു. ആദ്യം പറഞ്ഞതനുസരിച്ച് ഓഡിറ്റോറിയത്തിലേക്ക് പോകുന്നതിനിടയിലാണ് സിദ്ധു ഒരു ഭാഗത്തേക്ക് മാറിയെന്ന് ഫോൺ ചെയ്യുന്ന അനുവിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ശിവ. മുന്നിലേക്ക് പോവുകയായിരുന്ന ശിവയെ കൈപ്പിടിച്ച് നിർത്തിക്കൊണ്ട് അനു വിളിച്ചു. ബാക്കിയെല്ലാവരും ഹാളിലേക്ക് കയറിയിരുന്നു. എന്താനു? ശിവ ചോദിച്ചു. അത് സിദ്ധുവേട്ടൻ അവിടെ. സിദ്ധു നിൽക്കുന്ന ഭാഗത്തേക്ക് കൈ ചൂണ്ടി കാണിച്ചുകൊണ്ട് അനു പറഞ്ഞു. അപ്പോഴാണ് സിദ്ധുവിനെ ശിവയും കാണുന്നത്. അവൾ ചോദ്യഭാവത്തിൽ അനുവിനെ നോക്കി. ഇത്രയും നാൾ എന്നെ കാണുമ്പോൾ സിദ്ധുവേട്ടൻ മുഖം തിരിച്ച് നടന്നിട്ടേ ഉള്ളൂ. അപ്പോഴൊന്നും ഞാൻ അങ്ങോട്ടേക്ക് പോയി ശല്യപ്പെടുത്താൻ നിന്നിട്ടില്ല. പക്ഷെ ഒരു പ്രാവശ്യമെങ്കിലും എൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളെല്ലാം സിദ്ധുവേട്ടനോട് തുറന്നു പറയാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നു. ഇനി എൻ്റെ മുന്നിൽ ഇതുപോലെ സമയം വരില്ല. അതുകൊണ്ട് ഞാൻ എല്ലാം നേരിൽ കണ്ട് പറഞ്ഞിട്ട് വരാം. സിദ്ധുവേട്ടൻ്റെ നാവിൽ നിന്ന് തന്നെ എന്നെ ഇഷ്ടമില്ലെന്ന് കേൾക്കുമ്പോഴെങ്കിലും എനിക്കെന്നെ ചിലപ്പോൾ നിയന്ത്രിക്കാൻ കഴിഞ്ഞാലോ? അനുവിൻ്റെ വാക്കുകൾ കേട്ടതും അവൾ പറയുന്നതാണ് ശരിയെന്ന് ശിവക്ക് തോന്നി. നീ പോയി കണ്ടിട്ട് വാനു. അതുമാത്രം പറഞ്ഞുകൊണ്ട് ശിവ ഹാളിലേക്ക് പോയി. അനു സിദ്ധു നിൽക്കുന്ന ഭാഗത്തേക്ക് നടന്നു. അവൻ അപ്പോഴും ഫോണിൽ തന്നെയാണ്. അനു പുറകിൽ നിൽക്കുന്നൊന്നും അറിഞ്ഞിട്ടില്ല. ഫോൺ വെച്ച് തിരിയുമ്പോഴാണ് തൊട്ടുമുന്നിലായി നിൽക്കുന്ന അനുവിനെ അവൻ കാണുന്നത്. അവളെ അവിടെ കണ്ടതും അവൻ്റെ ഉള്ളിൽ അവളോടുള്ള ദേഷ്യം നുരഞ്ഞു പൊങ്ങി. പക്ഷേ തൽക്കാലം അവൻ ആ ദേഷ്യത്തെ ഉള്ളിൽ തന്നെ തടഞ്ഞു നിർത്തി. ശേഷം അങ്ങനെ ഒരാൾ തൻ്റെ മുന്നിൽ ഇല്ല എന്നുള്ള ഭാവത്തിൽ മുന്നോട്ട് നടക്കാൻ തുടങ്ങി. 1 മിനിറ്റ് സിദ്ധുവേട്ട, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അത് കേട്ടിട്ട് സിദ്ധുവേട്ടൻ എങ്ങോട്ട് വേണേലും പോവാം. അനുവിൻ്റെ വാക്കുകൾ കേട്ടതും സിദ്ധുവിൻ്റെ കാലുകൾ അവൻ അറിയാതെ നിശ്ചലമായി. അവളവൻ്റെ മുന്നിലേക്ക് കയറി നിന്നു. ശേഷം പറഞ്ഞു തുടങ്ങി. ഈ കോളേജിൽ വന്ന് 1-2 മാസത്തിന് ശേഷമാണ് ഞാൻ ആദ്യമായിട്ട് സിദ്ധുവേട്ടനെ കാണുന്നു. ആരോടോ ചിരിച്ച് സംസാരിക്കുന്ന സിദ്ധുവേട്ടൻ അന്ന് തന്നെ എൻ്റെ ഹൃദയത്തിൽ പതിഞ്ഞു പോയിരുന്നു.
പക്ഷെ വെറും ഇൻഫാക്ച്വേഷൻ മാത്രമായിരുന്നു എന്നാണ് അന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ പോകെ പോകെ എനിക്ക് മനസ്സിലായി എൻ്റെ ഉള്ളിൽ സിദ്ധുവേട്ടൻ ആരൊക്കെയായി തീർന്നിരുന്നെന്ന്. പക്ഷെ വന്നു പറയാൻ ധൈര്യം ഉണ്ടായിരുന്നില്ല. ഒരുപാട് പെൺകുട്ടികൾ വന്ന് ഇഷ്ടം പറയുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അവരെയൊക്കെ റിജക്റ്റ് ചെയ്ത് പറഞ്ഞേക്കുന്നത് കണ്ടപ്പോൾ എന്നോട് അങ്ങനെ പറയുന്ന പേടിയുണ്ടായിരുന്നു. ഞാനൊന്നും തുറന്നു പറയാതിരുന്നു. അങ്ങനെ 2 വർഷത്തോളം സിദ്ധുവേട്ടൻ അറിയാതെ തന്നെ ഞാൻ പ്രണയിച്ചു. എപ്പോഴെങ്കിലും എൻ്റെ പ്രണയത്തെ സിദ്ധുവേട്ടൻ മനസ്സിലാക്കുമെന്ന് കരുതി. പക്ഷെ അതൊരിക്കലും സംഭവിക്കാനിടയില്ലാത്ത കാര്യമാണെന്ന് പിന്നീട് എനിക്ക് മനസ്സിലായി. ജീവനെ പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ ഉപരി സ്നേഹിച്ച പുരുഷൻ മറ്റൊരു പെൺകുട്ടിയാണ് സ്നേഹിക്കുന്നതെന്ന് അറിഞ്ഞപ്പോൾ എൻ്റെ നിയന്ത്രണം വിട്ടുപോയി. അന്ന് ശിവയോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാനും കേട്ടിരുന്നു. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ആദ്യം ഒരു മരവിപ്പാണ് ഉണ്ടായത്. കേട്ടതൊക്കെ സ്വപ്നമായിരുന്നെങ്കിലെന്ന് ആഗ്രഹിച്ചു. പക്ഷേ അത് പറയുമ്പോഴേക്കും അനു വിതുമ്പിപ്പോയിരുന്നു. അനു പറയുന്ന കേട്ട് ഒരു ശില പോലെ തറഞ്ഞു നിൽക്കുകയാണ് സിദ്ധു. ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് അവൾ വീണ്ടും പറഞ്ഞു തുടങ്ങി. ശിവക്ക് ഒരുപാട് സങ്കടമായിരുന്നു എല്ലാം കേട്ടപ്പോൾ. കാരണം അവൾ ഒരിക്കലും സിദ്ധുവേട്ടനെ ആ ഒരു രീതിയിൽ കണ്ടിരുന്നില്ല. ആദ്യേട്ടനോടായിരുന്നു അവളുടെ പ്രണയം. എൻ്റെ അവസ്ഥ കണ്ടപ്പോൾ പാവ ഒത്തിരി വിഷമിച്ചു. അവൾ കാരനാണെന്ന് ഓർത്ത് അവളെ കൂടുതൽ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതിയ ഞാൻ പഴയതുപോലെ തന്നെ നടന്നു. പകൽ മുഴുവൻ എല്ലാവരുടെയും മുമ്പിൽ അഭിനയിച്ചു കഴിഞ്ഞ് രാത്രി എല്ലാ സങ്കടങ്ങളും എൻ്റെ തലയിണയിൽ ഞാൻ ഒഴുക്കി തീർത്തു. മറ്റാരെക്കാളും എനിക്കറിയാം സ്നേഹിച്ച ആളെ മറക്കാൻ കഴിയില്ലെന്ന്. അങ്ങനെ കഴിയുമായിരുന്നെങ്കിൽ എന്നെ വേണ്ടെന്ന് പറഞ്ഞിട്ടും ഇപ്പം ഇങ്ങനെ സിദ്ധുവേട്ടൻ്റെ മുന്നിലേക്ക് ഞാൻ വരില്ലായിരുന്നു. എന്നെ സ്നേഹിക്കണമെന്ന് ഒരിക്കലും ഞാൻ സിദ്ധുവേട്ടനോട് പറയില്ല. കാരണം അതൊക്കെ ഉള്ളിൽ നിന്ന് തോന്നേണ്ടതാണ്. എനിക്ക് സിദ്ധുവേട്ടനോട് തോന്നിയ പോലൊരു ഇഷ്ടം സിദ്ധുവേട്ടന് തിരിച്ചു തോന്നാത്തതിൽ ഒരിക്കലും സിദ്ധുവേട്ടനെ കുറ്റപ്പെടുത്താൻ സാധിക്കില്ല. പക്ഷേ സിദ്ധുവേട്ടൻ്റെ ഈ അവഗണന അതെനിക്ക് സഹിക്കാൻ സാധിക്കുന്നില്ല. ഇതറിഞ്ഞതിന് ശേഷം ദേഷ്യത്തോടെ അല്ലാതെ സിദ്ധുവേട്ടൻ എന്നെ നോക്കിയിട്ടില്ല. അതൊക്കെ കാണുമ്പോഴാണ് എനിക്ക് കൂടുതൽ സങ്കടം. ഇതൊക്കെ എൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളായിരുന്നു. ഒരുപാട് നാളായി എല്ലാ ഹൃദയത്തിൽ മൂടിവെക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഇതെല്ലാം സിദ്ധുവേട്ടനോട് തുറന്നു പറഞ്ഞപ്പോൾ കുറച്ച് ആശ്വാസമെന്നല്ല തോന്നുക. ഇനി ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞ് സിദ്ധുവേട്ടനെ ശല്യപ്പെടുത്താൻ ഞാൻ ഒരിക്കലും വരില്ല. ഇതുവരെ എൻ്റെ ഭാഗത്തുനിന്ന് സിദ്ധുവേട്ടനെ വിഷമിക്കുന്ന തരത്തിൽ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ഒന്നും അറിഞ്ഞുകൊണ്ടായിരുന്നില്ല. എല്ലാം സിദ്ധുവേട്ടനുള്ള പ്രണയത്തിൻ്റെ പുറത്ത് ചെയ്തു പോയതാ. ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഒരിക്കൽ കൂടി എല്ലാത്തിനും സോറി. അതും പറഞ്ഞുകൊണ്ട് സിദ്ധുവിൻ്റെ മറുപടിക്ക് പോലും കാത്തു നിൽക്കാതെ അനു തിരിഞ്ഞടന്നു. അവൾ പോയിട്ടും സിദ്ധു അതേ നിൽപ്പ് തുടർന്നു. ഓ, അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അജയ് മനസ്സിലോർത്തു. ഓഡിറ്റോറിയത്തിലേക്ക് പോകുന്ന വഴിക്കാണ് സിദ്ധുവിൻ്റെ പുറകിലായി അനു നിൽക്കുന്ന അജയിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. ആദ്യം സിദ്ധുവാണ് അവിടെ അവൻ്റെ എതിരാളികൾ. അവരുടെ കയ്യിൽ നിന്ന് ഒരുപാട് തല്ല് വാങ്ങിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ ഇരുവരോട് അവർ തീർത്താൽ തീരാത്ത ശത്രുതയുമാണ്. അനുവും സിദ്ധുവും സംസാരിക്കുന്നത് എന്താണെങ്കിലും കേൾക്കണമെന്ന് തന്നെ അവൻ ഉറപ്പിച്ചു. അഥവാ കേൾക്കുന്ന എന്തെങ്കിലും ഗുണകരമായിട്ടുള്ള കാര്യമാണെങ്കിലെന്നോർത്ത് അവൻ അവിടെ മറഞ്ഞിരുന്നു. അനു പറയുന്നത് മുഴുവൻ വ്യക്തമായി തന്നെ അവൻ കേട്ടു നിന്നു. ഇവൾക്ക് ഇവനോട് പ്രേമം, ഇവന് ലവളോട്, ലവൾക്ക് മറ്റവനോട്. സംഭവം എന്തായാലും കിടുക്കി. മോനെ അജയ്, നിനക്ക് കിട്ടിയിരിക്കുന്ന ഒരു ഗോൾഡൻ ചാൻസാ. ശത്രുക്കളെല്ലാം ഒരുമിച്ച് തുരത്താൻ പറ്റിയ ഒരു അവസരം തന്നെയാണിത്. വേഗം തന്നെ എന്തെങ്കിലും ചെയ്തേ മതിയാവും. എന്നോട് ചെയ്തതിനൊക്കെ ഇന്നെന്തായാലും പലിശയും കൂട്ടുപലിശയും ചേർത്ത് തിരിച്ചു കൊടുക്കണം. അവൻ്റെ മുഖത്ത് ക്രൂരമായൊരു ചിരിവിരിഞ്ഞു. അനു ഹാളിൽ എത്തുമ്പോഴേക്കും പരിപാടിയൊക്കെ തുടങ്ങിയിരുന്നു. അവരൊക്കെ ഇരിക്കുന്നിടത്തേക്ക് അവളും പോയിരുന്നു. അവളുടെ കലങ്ങിയ കണ്ണുകൾ കണ്ടപ്പോഴേ നടന്നൊക്കെ ഏകദേശം ശിവ ഊഹിച്ചെടുത്തു. നടന്നതിനെ പറ്റി ആ സമയത്തൊന്നും ചോദിക്കേണ്ടെന്ന് അവൾ തീരുമാനിച്ചു. എല്ലാം കഴിഞ്ഞ് സിദ്ധുവിനെ കണ്ട് വിശദമായി സംസാരിക്കണമെന്നും അവൾ ഉറപ്പിച്ചു. സിദ്ധുവിനോട് സംസാരിക്കാൻ പോകുന്ന അനുവിനെ അറിയിക്കേണ്ടതെന്നും അവൾ തീരുമാനിച്ചു. ഉച്ചയ്ക്ക് ശേഷമായിരുന്നു ശിവയുടെ പ്രോഗ്രാം. ഉച്ച കഴിഞ്ഞപ്പോൾ തൊട്ട് മുഴുവൻ സമയവും അവൾ ആദ്യോടൊപ്പമായിരുന്നു. പ്രോഗ്രാമിന്റെ തിരക്കിൽ രണ്ടുപേർക്കും പരസ്പരം ഒന്നും സംസാരിക്കാൻ കഴിഞ്ഞില്ല. പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് ശിവയോട് വിശദമായി സംസാരിക്കാമെന്ന് ആദ്യം കണക്കുകൂട്ടി. അവരുടെ പ്രോഗ്രാം അനൗൺസ് ചെയ്തു. അനൗൺസ്മെന്റ് കേട്ടതും അതുവരെ ഇല്ലാത്തൊരു ടെൻഷൻ ശിവയെ വന്നുമൂടി. അവളുടെ മുഖം കണ്ടപ്പോൾ തന്നെ ആദിക്കത് മനസ്സിലാവുകയും ചെയ്തു. അവൻ അവളുടെ അടുത്തേക്ക് ചെന്ന് അവളുടെ കൈകളിൽ കോർത്തു പിടിച്ചു. അവൾ അവൻ്റെ ആ പ്രവൃത്തിയിൽ ആദ്യമൊന്നും ഞെട്ടി. പക്ഷെ അവൻ്റെ പുഞ്ചിരിക്കുന്ന മുഖം കണ്ടതും ഞെട്ടലിൻ്റെ സ്ഥാനത്ത് അവളുടെ മുഖത്തും പുഞ്ചിരി നിറഞ്ഞു. അവൾ അതേ ചിരിയോടുകൂടി തന്നെ സ്റ്റേജിലേക്ക് കയറി. വിഷ്ണുവിൻ്റെ പാട്ടായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. ഒരു മെലഡി സോങ് ആയിരുന്നു അവൻ പാടിയത്. ആമിയുടെ മുഖത്തൊന്നും കണ്ണെടുക്കാതെ അവൻ മുഴുവനും പാടിത്തീർത്തു. അടുത്ത ശിവയുടെ ഒരു ഫാസ്റ്റ് സോങ് ആയിരുന്നു. ചിക്കിനി ചമയയായിരുന്നു അവൾ പാടിയത്. നിമിഷ നേരം കൊണ്ട് തന്നെ സഹസിനെ ഇളക്കി മറിക്കാൻ അവളുടെ പാട്ടിന് കഴിഞ്ഞു. ശിവ പാടുന്ന കണ്ണെടുക്കാതെ ആദ്യം നോക്കി നിന്നു. അത് ശരത്ത് വിഷ്ണുവിനെയും കിരണിനെയും കാട്ടിക്കൊടുക്കുകയും ചെയ്തു. അവർ ഒരു പുഞ്ചിരിയോടെ രണ്ടുപേരെയും മാറി മാറി നോക്കി.
അടുത്തതായി ശരത്തിൻ്റെയും കിരണിൻ്റെയും ഊഴമായിരുന്നു. ശരത്ത് വയലിനും കിരൺ ഗിറ്റാറും കയ്യിലെടുത്തു. ഒരുപാട് നല്ല നല്ല പാട്ടുകൾ അവരുടെ കൈകളിൽ നിന്നും ഓഡിയൻസിലേക്ക് എത്തി. കയ്യടികളോടെ അവരതൊക്കെ ഏറ്റുവാങ്ങി. അടുത്തതായി ശിവ പാടിയത് ഒരു മെലഡിയായിരുന്നു. അവളുടെ ശ്രുതിസുന്ദരമായ ശബ്ദം എല്ലാവരെയും മറ്റൊരു ലോകത്തെത്തിച്ചു. വീണ്ടും 1-2 പെർഫോമൻസ് കൂടി എല്ലാവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായി. ലാസ്റ്റ് പ്രോഗ്രാമായി വെച്ച് ഡ്യൂയറ്റായിരുന്നു. ശിവ മൈക്ക് കയ്യിലെടുത്ത് എല്ലാവരെയും നോക്കി. വിഷ്ണുവാണ് പാടാൻ വരുന്നതെന്നായിരുന്നു അവൾ കരുതിയിരുന്നത്. അവൾ അവനെ നോക്കി. പക്ഷേ അവൻ അവിടെ ഒരു ചേരിൽ തന്നെ ഇരുന്നു. പെട്ടെന്നാണ് സദസ്സിൽ നിന്നും വലിയ കരഘോഷം മുഴങ്ങിയത്. ശിവ നോക്കുമ്പോൾ ആദ്യം മൈക്കുമായി അവളുടെ അടുത്തേക്ക് നടന്നു വരികയാണ്. അതുവരെ ആദ്യയുടെ ഒരു പെർഫോമൻസും കാണാത്തതിൽ ശിവക്കൽപ്പം നിരാശയുണ്ടായിരുന്നു. ശിവ അമ്പരപ്പോടെ അവനെ തന്നെ നോക്കി. അവളുടെ മുന്നിലെത്തി കൈവിരൽ കൊണ്ട് അവൻ ഞൊടിച്ചപ്പോഴാണ് ശിവ ഞെട്ടിയത്. നോക്കുമ്പോൾ അവൾ തന്നെ നോക്കി ചിരിച്ചു നിൽക്കുകയാണ് ആദി. അവൾ ഒന്നും മനസ്സിലാവാതെ ചുറ്റും നോക്കി. ആദ്യത്തെ പോർഷൻ ശിവയുടേതായിരുന്നു. അവൾ പാടിത്തുടങ്ങി. ഹിമമഴയായി വരും ഹൃദയം അണിവിരലായി തൊടു ഈ മിഴിനയിൽ സദാ പ്രണയം മഷിയെഴുതും നിതാ ശിലയായി നിന്നിടാൻ നിന്നെ നോക്കി യുഗമേറെ എൻ്റെ കൺചിമ്മിടാതെ എൻ ജീവനേ. ശിവ പാടിക്കഴിഞ്ഞതും ആദി പാടാൻ തുടങ്ങി. അകമേ വാനവില്ലിനേഴു വർണ്ണമാ ദിനമേ പൂവിടുന്നു നിൻ മുഖം അകലെ മാഞ്ഞിടാതെ ചേർന്നിതന്നിൽ നീ എന്നോമലേ. ആദി പാടിക്കഴിഞ്ഞതും ശിവ വിശ്വാസം വരാതെ അവനെ തന്നെ നോക്കി നിന്നു. അവൻ അവളോട് ബാക്കി പാടാൻ ആംഗ്യം കാണിച്ചു. അപ്പോഴാണ് അവൾക്ക് ബോധം വന്നത്. അവൾ ബാക്കി കൂടി പാടി. നീ ഹിമമഴയായി വരും ഹൃദയം അണിവിരലായി തൊടു നിൻ ഉയിരിനെ അനുദിനം നിഴലു പോ പിന്തുടരുവാൻ ഞാനലിഞ്ഞിടവേ എൻ വെയിലിനും മുകിലിനും അലിയുവാൻ നിൻ മനമിതാ വെണ്ണിലാവാനമാ നമ്മളെന്നെന്നും നീ ഹിമമഴയായി വരും ഹൃദയം അണിവിരലായി തൊടു ഈ മിഴിനയിൽ സദാ പ്രണയം മഷിയെഴുതും നിതാ. ചുറ്റുമുള്ളവരുടെ ആർപ്പുവിളികളാണ് രണ്ടുപേരെയും ഉണർത്തിയത്. അവർ പരസ്പരം നോക്കി. ശിവയുടെ കണ്ണുകളിൽ അപ്പോഴും അമ്പരപ്പ് വിട്ടുമാറിയിട്ടുണ്ടായിരുന്നില്ല. ആദ്യം പാടുമെന്നത് അവൾക്ക് പുതിയ അറിവായിരുന്നു. പൊളിച്ചു മക്കളെ, പൊളിച്ചടുക്കി. ശരത്ത് വന്ന് ഇരുവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. ബാക്കിയുള്ളവരും അവരെ അഭിനന്ദനങ്ങൾ കൊണ്ട് മൂടി, ടീച്ചേഴ്സ് ഉൾപ്പെടെ. എല്ലാവരുടെയും തിരക്കുകളൊക്കെ കുറഞ്ഞപ്പോൾ ആദി ശിവയുടെ അരിയിലേക്ക് ചെന്നിരുന്നു. ശിവ, പറയാതിരിക്കാൻ വയ്യ, താൻ വളരെ നന്നായിട്ട് തന്നെ പാടി, സൂപ്പറായിരുന്നു. ആദി പറയുന്ന കേട്ടതും സന്തോഷം കൊണ്ട് മരിച്ചു പോകുന്ന അവസ്ഥയിലായി ശിവ. ആദ്യമായിട്ടിന് സൂപ്പറായിരുന്നു. ഇത്ര നന്നായി പാടുന്ന കാര്യം എന്നിൽ നിന്ന് മറച്ചു വെച്ചു അല്ലേ? അല്പം പരിഭവത്തോടെയാണ് അവളത് പറഞ്ഞത്. അത് കേട്ടതും ആദ്യം ഒന്ന് ചിരിച്ചു. അവൻ ചിരിക്കുന്ന കണ്ടതും അവൾ അവനെ കണ്ണുരുട്ടി നോക്കി. എനിക്കറിയില്ലായിരുന്നു തനിക്കതറിയാത്ത, അതുകൊണ്ടാണ്, വെറുതെ ഈ ഉണ്ടക്കണ്ണു ഉരുട്ടണ്ട. ആദി പറഞ്ഞതും അവൾ അവനെ നോക്കി ചിരിച്ചു. ശിവ, ഇതാണെല്ലാം പറയാൻ പറ്റിയ സമയം എന്ന് കണ്ട് ആദ്യം അവൾ വിളിച്ചു. എന്താ ആദ്യേട്ടാ? അത് എനിക്കൊരു കാര്യം. ആദ്യം പറയാൻ തുടങ്ങിയതും ആമി അങ്ങോട്ടേക്ക് വന്നു. ശിവ, എന്താ ആമി? നീ ഇങ്ങോട്ട് വന്നേ. ആമി ശിവയും കൂട്ടിക്കൊണ്ട് പോയി. പിന്നെ കുറച്ച് സമയം അവരുടെ കൂടെയായിരുന്നു ശിവ. ശിവ, നിന്റെ ഫോണിൽ എടുത്തേ, നമുക്ക് കുറച്ച് ഫോട്ടോസ് എടുക്കാമല്ലോ. അച്ചു പറഞ്ഞു കേട്ടപ്പോഴാണ് ഫോൺ കയ്യിലില്ലെന്ന കാര്യം അവൾക്ക് ഓർമ്മ വന്ന്. ഡി ഫോൺ മ്യൂസിക് റൂമിലാണുള്ളത്, ഞാൻ എടുക്കാൻ മറന്നുപോയി. ദേ, ഞാൻ ഇപ്പൊ എടുത്തിട്ട് വരാട്ടോ. ശിവ അതും പറഞ്ഞ് മ്യൂസിക് റൂമിലേക്ക് നടന്നു. അതിനുള്ളിൽ കയറി ഫോൺ എടുത്തപ്പോഴാണ് പുറകിൽ നിൽക്കുന്ന ആളെ ശിവ കണ്ടത്. സിദ്ധുവേട്ടൻ എന്തിവിടെ? സിദ്ധു മറുപടി പറയാൻ തുടങ്ങിയതും പെട്ടെന്ന് തന്നെ ആരോ വന്ന് ഡോറ് പുറത്തുനിന്ന് ലോക്ക് ചെയ്തു. ശിവ ഒരു ഞെട്ടലോടെ സിദ്ധുവിനെ നോക്കി. അവനും പതറിപ്പോയിരുന്നു.
സിദ്ധുവേട്ടാ, ആരോ വാതിൽ പുറത്തുനിന്ന് പൂട്ടിയിട്ടുണ്ട്. ശിവ പരിഭ്രമിച്ചുകൊണ്ട് പറഞ്ഞു. താൻ ടെൻഷനാവാതെടും, ചിലപ്പോൾ നമ്മൾ ഇതിനുള്ളിലുള്ളത് അറിയാതെ പൂട്ടിപ്പോയതായിരിക്കും. ഉള്ളിലുള്ള ടെൻഷൻ മറച്ചു വെച്ചുകൊണ്ട് സിദ്ധുവോളെ സമാധാനിപ്പിച്ചു. ഹലോ, ആരെങ്കിലും പുറത്തുണ്ടോ? ഈ വാതിലൊന്ന് തുറക്കുവോ? ശിവ ഉച്ചത്തിൽ വിളിച്ചു പോയി. സിദ്ധുവും ഒരുപാട് തവണ വാതിൽ തട്ടി വിളിച്ചിട്ടും പുറത്തുനിന്ന് ഒരു പ്രതികരണം ഉണ്ടായില്ല. സിദ്ധുവേട്ടാ, ഞാൻ എന്റെ ഫോണിൽ അവരെ വിളിച്ച് നമ്മളിതിൽ കുടുങ്ങിപ്പോയത് പറയാം. അതും പറഞ്ഞ് ശിവ ഫോൺ എടുത്തു അവിടെ ഉണ്ടായിരുന്ന ബെഞ്ചിൽ തട്ടി അവൾ വീഴാൻ പോയി. പക്ഷെ വീഴുന്നതിന് മുന്നേ തന്നെ സിദ്ധാർത്ഥ അവളെ താങ്ങിയിരുന്നു. അവളെ അവൻ തന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അവൾ നന്നായി പേടിച്ചു പോയിരുന്നുവെന്ന് അവളുടെ നെഞ്ചിരിപ്പിന്റെ താളം കേട്ടപ്പോൾ അവന് മനസ്സിലായി. അവളെ അതിർത്തിമാരെ നോക്കുമ്പോഴേക്കും പെട്ടെന്നാണ് ആരോ വാതിൽ തുറന്നു. വാതിൽ തുറന്നു മുന്നിലുള്ള കാഴ്ച കണ്ട് ആദ്യം ഞെട്ടിത്തറച്ച് നിന്നു. സിദ്ധാർത്ഥിന്റെ നെഞ്ചിൽ പറ്റിച്ചേർന്നിരിക്കുന്ന ശിവ. ശിവ കണ്ണു തുറന്നു നോക്കിയതും തന്നെ കൊല്ലാനുള്ള ദേശത്ത് നിൽക്കുന്ന ആദിയാണ് കണ്ടത്. ആദിക്ക് പിന്നിലായി അവൻ്റെ അവിടെയും ഫ്രണ്ട്സ് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ശിവക്ക് താൻ സിദ്ധുവിനോട് ചേർന്ന് നിൽക്കുവാണെന്ന ബോധം വന്നത്. അവൾ പെട്ടെന്ന് തന്നെ അവൻ്റെ കൈ പിടിപ്പിച്ച് മാറി നിന്നു. എല്ലാവരെയും കണ്ട് സിദ്ധുവും വല്ലാത്തൊരു അവസ്ഥയിലായി പോയി. ആദിയുടെ മുഖം കണ്ടതും ശിവക്ക് വല്ലാത്തൊരു പേടി തോന്നി. അവളൽപ്പം ആശ്വാസത്തിനായി ബാക്കിയുള്ളവരെയെല്ലാം നോക്കി. അവരുടെ എല്ലാം മുഖത്ത് നിറഞ്ഞു നിൽക്കുന്ന പാവങ്ങൾ അവൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല. പ്രോഗ്രാമൊക്കെ കഴിഞ്ഞുകൊണ്ട് ഒട്ടുമിക്ക കുട്ടികളും അവിടുന്ന് പോയിരുന്നു. ഭാഗ്യത്തിന് ടീച്ചേഴ്സും ആ പരിസരത്ത് ഉണ്ടായിരുന്നില്ല. ആദ്യേട്ടാ, ഞാൻ ശിവ അവനെ വിളിച്ചുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് പോയി. പെട്ടെന്ന് തന്നെ ആദി അവിടെ കരണം പുകച്ചെന്ന് കൊടുത്തു. ആരും അങ്ങനെ ഒരു പ്രവൃത്തി അവൻ്റെ ഭാഗത്തുനിന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. കണ്ടു നിന്നവരെല്ലാം അവൻ്റെ ആ നീക്കത്തിൽ പേടിച്ചു പോയി. ആദി, നീ എന്തായി കാണിച്ചത്? സിദ്ധാർത്ഥ അവനോട് ചോദിച്ചു. നീ മിണ്ടരുന്നായ, എനിക്ക് ഈ നിൽക്കുന്ന ഇവളോടാ സംസാരിക്കാനുള്ളത്. ആദിയുടെ വാക്കുകൾ കേട്ടതും സിദ്ധാർത്ഥിന് ഒരടി മുന്നോട്ട് വെക്കാൻ കഴിഞ്ഞില്ല. ആദിയുടെ വിളി കേട്ടതും ശിവ അവനെ നോക്കി. അവളുടെ മുഖം കണ്ടതും ആദി ഒഴികെ ബാക്കിയെല്ലാവർക്കും അവളോട് സഹതാപം തോന്നി. ഇന്നലെ വരെ എനിക്ക് നിന്റെ കാര്യത്ത് വല്ലാത്ത കുറ്റബോധമായിരുന്നു. ഇന്ന് നിന്നോടെല്ലാം തുറന്നു പറഞ്ഞ് മാപ്പ് പറയാമെന്നും കരുതിയതാ. പക്ഷെ എനിക്ക് ഇപ്പൊ എന്നോട് തന്നെ പുച്ഛം തോന്നുവാ നിന്നെ വിശ്വസിച്ചു പോയതിന്. ആദി പറഞ്ഞു വരുന്ന എന്താണെന്ന് അവൾക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ആദി തുറന്നു. ദേ, ഈ നിൽക്കുന്ന ഇവനുണ്ടല്ലോ, ഇവനെ നിന്നെ ഇഷ്ടമാണെന്ന് അറിഞ്ഞ സമയം മുതൽ എനിക്ക് നിന്നോട് ഭയങ്കര ദേഷ്യമായിരുന്നു. ഇവനെ തോൽപ്പിക്കാൻ വേണ്ടി മാത്രം ഞാൻ നിന്നോട് കൂട്ടുകൂടിയത്. നീയും ഇവനെ അടുക്കാതിരിക്കാൻ. ഇവന് ഇവന്റെ വീട്ടുകാരും കാരണം എന്റെ ജീവിതത്തിലുണ്ടായ നഷ്ടത്തിന്റെ പകുതിയെങ്കിലും തിരിച്ചു കൊടുക്കാം. അതിനു വേണ്ടി മാത്രം ഞാൻ നിന്നോട് അടുത്തു. എന്റെ ആ പ്ലാൻ ഏകദേശം വിജയിക്കുകയും ചെയ്തു. പതിയെ നിന്റെ കണ്ണിൽ എന്നോടുള്ള ഇഷ്ടം ഞാൻ കണ്ടു തുടങ്ങി. പക്ഷെ അപ്പോഴൊക്കെ ഉള്ളിൽ എനിക്ക് ഭയങ്കര വിഷമായിരുന്നു. പക്ഷെ ഇവൻ വേദനിക്കുമല്ലോ എന്ന ചിന്ത ആ വിഷമത്തിൽ നിന്ന് എന്നെ കുറച്ചൊന്നും മോചിപ്പിച്ചു. പക്ഷെ അപ്പോഴും നിന്റെ കാര്യോർത്ത് ഞാൻ വിഷമിച്ചിരുന്നു. ഇന്ന് എല്ലാം കഴിഞ്ഞ് നിന്നോട് ചെയ്ത തെറ്റുകൾക്കെല്ലാം മാപ്പ് പറയാമെന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. പക്ഷെ നീ അത് ഒട്ടും അർഹിക്കുന്നില്ലെന്ന് എനിക്കിപ്പോ മനസ്സിലായി. എന്റെ കൺമുമ്പിൽ കണ്ട കാഴ്ച എനിക്കത് ബോധിപ്പിച്ചു തന്നു. ഇനി എനിക്ക് വിഷമല്ല. നിനക്ക് എന്നോട് ആത്മാർത്ഥ പ്രണയാണെന്നാ ഞാൻ കരുതിയത്. പക്ഷെ നിന്റെ ഇഷ്ടം മറ്റൊരു തരത്തിലുള്ളതാണെന്ന് ഞാൻ ഒരിക്കൽ പോലും കരുതിയില്ല. എന്റെ അടുത്ത് നിന്ന് നീ ആഗ്രഹിക്കുന്ന കിട്ടാഞ്ഞിട്ടാണോ ഇവനോട്? പറയാൻ പോലും കഴിയുന്നില്ല. എന്റെ ഫോണിൽ വന്ന മെസ്സേജ് കണ്ടപ്പോ ഇവിടെ എത്തുന്നവർ അങ്ങനെയൊന്നും ഉണ്ടാവില്ല, ആരോ എന്നെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കാമെന്നാ ഞാൻ വിചാരിച്ചത്. പക്ഷേ ഡോറ് തുറക്കുമ്പോ കണ്ട കാഴ്ച എന്റെ എല്ലാ വിചാരങ്ങളെയും തിരുത്തി തന്നു. ഇവളോട് എനിക്കിപ്പോ അറപ്പം വെറുപ്പാ. ഇനി ഒരിക്കൽ പോലെ എന്റെ കൺമുമ്പിൽ ഇവിടെ കണ്ടുപോയത്. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.